ഹലോ നമസ്കാരം. സ്റ്റഡി വിത്ത് പീർ എന്ന ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിവിടെ ഈ ഒരു ചാനൽ കൊണ്ട് ഈ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുക്സുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതിയതായിരിക്കും. കാരണം നമുക്ക് അത് വായിച്ചാലേ പിന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ മലയാളികളായതുകൊണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ കേരള PSCക്കൊക്കെ പിന്നെ നമുക്ക് ബുക്സ് എല്ലാം മലയാളത്തിൽ അവൈലബിൾ ആണ്. മലയാളത്തിലെ ക്ലാസ്സുകൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ദെൻ പിന്നെ നമുക്ക് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബ്രില്യൻ്റ് ആയിട്ടുള്ള പഠിക്കാൻ കഴിയുന്ന പലരും ഉണ്ട്. നമുക്ക് ഈ എസ്പെഷ്യലി സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബുക്സുകളൊക്കെ വായിച്ചിട്ടും മനസ്സിലാകാത്തൊരു പ്രശ്നം നേരിടുന്ന പലരുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യേണ്ട പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ബുക്സുകളെല്ലാം അതെല്ലാം മലയാളത്തിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മലയാളത്തിൽ ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ പേരിലോട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന മറ്റു ആസ്പിരൻസിലോട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താ നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അഥവാ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്കറിയാലോ, പല ഭരണഘടനകളിൽ നിന്നിട്ട് നമ്മളെന്താണ് കടം കൊണ്ടതും അതുപോലെ തന്നെ അതിൻ്റെ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള പല ആക്റ്റുകളും, അഥവാ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പല ആക്റ്റുകളും എന്താണ് ഇന്ന് നമ്മുടെ ഭരണഘടനയിൽ അതുപോലെ നിൽക്കുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തെല്ലാം ആക്റ്റുകളാണ് പിൽക്കാലത്ത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ വന്നിട്ടുള്ളത് എന്നൊക്കെ നമ്മളെന്താണ് ഒന്ന് ചർച്ച ചെയ്ത് നമുക്കൊന്ന് നോക്കാം എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് പറയാം. ഞാൻ റെഫർ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മൾ സിവിൽ സർവീസ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലക്ഷ്മികാന്ത് റെഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേറെ കുറേ സോഴ്സ്, ഈവൻ ഇൻ്റർനെറ്റ് എല്ലാത്തൊന്നും എന്താക്കിയിട്ടുണ്ടെന്ന് റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നത്. മെയിനായിട്ട് ലക്ഷ്മികാന്ത് തന്നെയാണ്. ലക്ഷ്മികാന്ത് ഒന്നും മലയാളത്തിലൊന്നും നിങ്ങൾക്ക് എന്താ ക്ലാസ് എടുത്ത് തന്നിട്ട് ഇനി നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ആദ്യത്തെ ബ്രിട്ടീഷുകാരന്, ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1599 വാസ്കോഡഗാമ എത്തിയത് 1498 നമുക്കെല്ലാവർക്കും അറിയാം. വാസ്കോഡഗാമ ഫസ്റ്റത്തെ യൂറോപ്യൻ ആണ്. വാസ്കോഡഗാമ പോർച്ചുഗീസുകാരനാണ് ഇന്ത്യയിലെത്തിയ, അല്ലേ? അതിനുശേഷം പിന്നെ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുത്തിയൊരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാരനെ അത് 1599 ജോൺ മിഡ്നാൾ എന്ന് പറഞ്ഞിട്ടുള്ള 1599 ജോൺ മിഡ്നാളാണ് ആദ്യത്തെ ബ്രിട്ടീഷുകാരന്, ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരന് ജോൺ മിഡ്നാളാണ്. ഈ ജോൺ മിഡ്നാളെ എങ്ങനെയാണ് ഇന്ത്യയിലെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ മിഡ്നാളിന് കൊടുത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടൻ ബ്രിട്ടീഷ് ഗുഡ്സ് എന്ത് ചെയ്യുക മെഡിറ്ററേനിയൻ റീജിയൻ അതുപോലത്തെ പിന്നെ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം സെയിൽ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടെ വന്നൊരു ട്രേഡറായിരുന്നു ജോൺ മിഡ്നാൾ. പക്ഷെ അദ്ദേഹം എന്താണ് ലാൻഡ് റൂട്ടിലൂടെ അങ്ങനെ സഞ്ചരിച്ച് പിന്നീട് എന്താണ് ഇന്ത്യയിലെത്തിയിട്ട് അദ്ദേഹം തന്നെ ക്ലെയിം ചെയ്യാണ്, ഞാൻ എന്താണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അംബാസിഡറാണെന്ന് പറഞ്ഞിട്ട് അക്ബറിൻ്റെ കോർട്ടിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അക്ബറിൻ്റെ കോർട്ടിൽ വിസിറ്റ് ചെയ്തിട്ട് പല പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഒരു ട്രേഡ് ആകുമ്പോൾ ഒരു വിദേശി വന്നിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ട പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാക്കിയാണ് ജോൺ മിഡ്നാൾ. അതെന്താണ് ജോൺ മിഡ്നാളിനെ പിൽക്കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ജോൺ മിഡ്നാൾ അങ്ങനെ അംബാസിഡർ അല്ല എന്നുള്ളത് അറിയുന്നുണ്ട് പിന്നീട്. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ജോൺ മിഡ്നാൾ വന്ന റൂട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം, ലാൻഡ് റൂട്ടിലൂടെയാണ്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, ആൻഡ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് മാൻ ഹു റീച്ച്ഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോൺ മിഡ്നാളാണ്. ചിലപ്പോൾ അവർ സ്പെസിഫിക്കലി എന്തായിരിക്കും ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് നമ്മൾ തെറ്റിപ്പിക്കാൻ നോക്കും. ജോൺ മിഡ്നാൾ വാസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് മാൻ ഹു റീച്ച്ഡ് ഇൻ ഇന്ത്യ വയ സീ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ തെറ്റാണ്. ബിക്കോസ് ഈ ഒരു മനുഷ്യൻ വന്നിട്ടുള്ളത് ഏതിലൂടെയാണ്? ലാൻഡ് റൂട്ടിലൂടെയാണ്. സീ റൂട്ടിലൂടെ ഫസ്റ്റായിട്ട് ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ്മാന് അതാരാണ്? വില്യം ഹോക്കിൻസ് ആണ്. വില്യം ഹോക്കിൻസ് ആയിരുന്നു ശരിക്കും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അംബാസിഡറായിട്ട് ഇന്ത്യയിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. ഇദ്ദേഹം വന്നത് ജഹാംഗീറിൻ്റെ കോർട്ടിലാണ്. ജഹാംഗീറിൻ്റെ കോർട്ടിൽ വന്നിട്ട് അദ്ദേഹം ഈ ഒരു ജോൺ മിഡ്നാൾ ഉണ്ടാക്കിയ
ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതുപോലെ തന്നെ ട്രീറ്റീസ് എല്ലാം നൾ ആൻഡ് വോയിഡ് ആണെന്ന് പറഞ്ഞു. അതെല്ലാം ഉപേക്ഷിച്ചു. പിൽക്കാലത്ത് എന്താണ് അതെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. എന്താണ് ഇദ്ദേഹം പിന്നീട് എന്താണ് പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാക്കുകയാണ് വില്യം ഹോക്കിൻസ്. ഈ വില്യം ഹോക്കിൻസ് വരുന്നത് എങ്ങനെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായതെന്ന് വെച്ചാൽ 1600 എന്താണ് പോർച്ചുഗീസുകാർ എന്താണ് ഇന്ത്യയിലോട്ട് വരുന്നു. അവരെന്താണ് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു അറിവ് എന്താണ് പിൽക്കാലത്ത് യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളെയും പിൽക്കാലത്ത് മെയിൻ രാജ്യങ്ങളെയും എല്ലാം ഇന്ത്യയിലോട്ട് തിരിക്കാനുള്ള ഒരു കാരണമായി എന്നുള്ളതാണ്. അതിന് 1600 എന്താണ് ക്യൂൻ എലിസബത്ത് I ഒരു ചാർട്ടർ ഇഷ്യൂ ചെയ്യുകയാണ്. ആർക്ക്? ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. അന്ന് വേറൊരു പേരിലായിരുന്നു, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എവിടെയും ചോദിക്കാൻ പോകുന്നില്ല അതൊന്നും. അപ്പോൾ എന്താണ് ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1600 ഇന്ത്യയിൽ എന്താണ് ഒരു എക്സ്ക്ലൂസീവ് ട്രേഡ് ചെയ്യാനുള്ള ഒരു അധികാരം കൊടുക്കുകയാണ്. 1600 എക്സ്ക്ലൂസീവ് ട്രേഡ് എന്നുള്ള അധികാരം കൊടുക്കുന്നത് 15 വർഷത്തോട്ടായിരുന്നു. പിന്നീട് എന്താണ് 15 വർഷത്തിന് ശേഷം അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്താണ് ഇൻഡെഫിനിറ്റ് പീരീഡിലോട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റേറ്റ് കൊടുക്കണം അവർക്ക്. പിന്നീട് അത് പല ആക്റ്റുകളിലൂടെയും മാറ്റി വരുന്നുണ്ട്. അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ല ആക്ട് പുതുക്കുന്നതൊന്നും. അപ്പോൾ 1600 അങ്ങനെ വില്യം ഹോക്കിൻസ് ആരുടെ കോട്ടിലാണ് എത്തിയെന്ന് ഓർത്ത് വെക്കണം? ജഹാംഗീറിൻ്റെ കോട്ടിലാണ്. ജോൺ മിഡിനാൾ എത്തിയത് അക്ബറിൻ്റെ കോട്ടിലാണ്. വില്യം ഹോക്കിൻസ് എത്തിയത് ആരുടെ കോട്ടിലാണ്? ജഹാംഗീറിൻ്റെ കോട്ടിലാണ്. ജഹാംഗീറിൻ്റെ കോട്ടിലാണ് വില്യം ഹോക്കിൻസ് എത്തിയത്. അങ്ങനെ വില്യം ഹോക്കിൻസ് ഇവിടെ വരുമ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പോർച്ചുഗീസ് ആയിരുന്നു. അവർ മാത്രം ഇവിടെ ട്രേഡ് ചെയ്തിട്ടും ഭയങ്കര പ്രോഫിറ്റുകൾ ഉണ്ടാക്കി നിൽക്കുന്ന സമയത്താണ് ബ്രിട്ടീഷ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കച്ചവടത്തിനെതിരെ ആരെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഒരു മത്സരം വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും അസൂയ ഉണ്ടാകും. എങ്ങനെയും അവനെ തളർത്തണം എന്നുണ്ടാകും. അത് തന്നെയാണ് ഇവിടെ പോർച്ചുഗീസും ചെയ്തത്. അങ്ങനെ പോർച്ചുഗീസിൻ്റെ റെസിസ്റ്റൻസ് കാരണം ഇദ്ദേഹം ഒരു ഫാക്ടറി ഉണ്ടാക്കണം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ഫാക്ടറി ഒക്കെ ഇവിടെ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് ആര് വന്നത്? വില്യം ഹോക്കിൻസ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണെങ്കിലോ രാജാവിനെല്ലാം കയ്യിലെടുത്തു, ജഹാംഗീറിനെല്ലാം കയ്യിലെടുത്തു. പക്ഷെ ഇവിടെ വന്നപ്പോൾ പോർച്ചുഗീസുകാർ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ 1608 വില്യം ഹോക്കിൻസ് എത്തിയത്. 1608 വില്യം ഹോക്കിൻസ് പിന്നീട് 1611 എന്താണ് വില്യം ഹോക്കിൻസ് എന്താണ് തിരിച്ച് എവിടേക്ക് തന്നെ പോവുകയാണ്? ബ്രിട്ടനിലോട്ട് തന്നെ പോവുകയാണ്. അങ്ങനെ 1612 പിന്നീട് എന്താണ് തോമസ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്റ്റൻ തോമസ് ബെസ്റ്റിൻ്റെ അണ്ടറിൽ ഒരു നേവി വരികയാണ്. നേവി വന്നിട്ട് എന്താണ് പോർച്ചുഗീസിനെ കംപ്ലീറ്റ് ആയിട്ട് തുരുത്തി ഓടിപ്പിച്ച് 1613 എന്താണ് സൂറത്തിൽ ബ്രിട്ടീഷിൻ്റെ ആദ്യത്തെ ഫാക്ടറി 1613 സൂറത്തിൽ തുടങ്ങിയാണ് ബ്രിട്ടീഷുകാർ. അങ്ങനെ പിന്നീട് ഇവരെന്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ റെഗുലേറ്റ് ചെയ്യാൻ ആരുമില്ല. ആദ്യം ട്രേഡിന് വന്നവർ പിന്നീട് പല സ്ഥലങ്ങളും പിടിച്ചടക്കാൻ തുടങ്ങി. അങ്ങനെ സ്ഥലങ്ങളെല്ലാം പിടിച്ചടത്ത് 1765 എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗോട്ട് ദ ദിവാനി റൈറ്റ് ഓഫ് ബംഗാൾ, ഒഡീഷ, ബീഹാർ 3 സ്ഥലങ്ങൾ. അഥവാ 1765 എന്താണ് ദിവാനി റൈറ്റ്സ് കിട്ടുകയാണ്. ഏതൊക്കെയാണ്? ബംഗാൾ, ഒഡീഷ, ബീഹാർ. ബംഗാൾ, ഒഡീഷ, ബീഹാർ. ഇത് ദിവാനി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർട്ടൻ റവന്യൂ കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ സിവിൽ ജസ്റ്റിസിൻ്റെ മേലുള്ള കാര്യങ്ങളെല്ലാം നോക്കാനുള്ള ഒരു അധികാരം ആർക്ക് കിട്ടി എന്നുള്ളതാണ് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. ഇങ്ങനെയെല്ലാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ വളർന്നു വന്നപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇങ്ങനെ നോക്കുകയാണ്. ഇവരെ വളർച്ച ഒരു വല്ലാത്തൊരു വളർച്ചയാണ്. ആദ്യം കച്ചവടത്തിന് വന്നു. ഇപ്പോൾ ചില ഏരിയകളിൽ അവർക്ക് റവന്യൂ കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, സിവിൽ ജസ്റ്റിസിന് വരെയുള്ള റൈറ്റ് ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാക്കുകയാണ്. അങ്ങനെ 1765 ദിവാനി റൈറ്റ് കിട്ടിയ കമ്പനിയെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിക്കുകയാണ് നമുക്ക് ഒന്ന് റെഗുലേറ്റ് ചെയ്യണം, ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ 1773 എന്ത് കൊണ്ടുവരാണ്? റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവരുന്നു. കമ്പനി റൂൾ എന്നറിയപ്പെടുന്നത് 1773 മുതൽ 1858 അഥവാ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം 1858 ക്യൂൻ റൂൾ വരികയാണ്. പിന്നെ ക്രൗൺ റൂൾ വരികയാണ് 1858. അപ്പോൾ നമുക്ക് റെഗുലേറ്റിംഗ് ആക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടേക്കൺ ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടു കൺട്രോൾ ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആക്ടിവിറ്റികൾ, അവരുടെ പരിപാടികൾ, അവരുടെ കാര്യങ്ങൾ, ഇന്ത്യയിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്
ബ്രിട്ടീഷ് ഗവൺമെൻറ് എടുത്ത ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് എന്ത്, ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്നറിയപ്പെടുന്നത്. 1600 തുടങ്ങിയ പരിപാടിയാണ്. ഇവർ 1612 എന്താണ് ഇവിടെ ഫോർട്ട് ഉണ്ടാക്കിയിട്ട് തുടങ്ങിയ സെയിലും പിന്നീട് എന്താണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും പിടിച്ചടക്കൽ തുടങ്ങി. അന്ന് തുടങ്ങിയ ഇവരെ കൺട്രോൾ ചെയ്യുന്നത് 1773 ആണ്. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ടേക്കൺ ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടു കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ആക്ടിലൂടെ എന്താണ് ഇവരുടെ ഈ ആക്ട് എന്ത് ചെയ്തു, റെക്കഗ്നൈസ് ചെയ്തു പൊളിറ്റിക്കലും അഡ്മിനിസ്ട്രേറ്റീവുമായിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നല്ല. കമ്പനിയുടെ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഇന്നതാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഇന്നതാണ് എന്ന് എന്ത് ചെയ്തു ഈ ഒരു ആക്ട് പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് ഇറ്റ് ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സെൻട്രൽ, അഥവാ ഈ ഒരു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് കാരണമായി എന്നുള്ളതാണ്. അങ്ങനെ എന്താണ് ഈ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് കാരണമായത് തന്നെ അന്ന് എന്താണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ കാരണമായതുകൊണ്ട് തന്നെ പിന്നീട് എന്താണ് പിൽക്കാലത്ത് ഈ ഒരു ആക്ടിന് ശേഷം എന്താണ് മദ്രാസ്, ബോംബെ എന്നീ രണ്ട് മറ്റു എന്താണ് ബ്രിട്ടീഷിൻ്റെ അണ്ടറിലുള്ള സ്ഥലങ്ങൾ എന്താണ് ബംഗാളിൻ്റെ സബോർഡിനേറ്റായി മാറുകയാണ്. പിന്നെ ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്രയും കാലം എന്തായിരുന്നു ഗവർണർ ഓഫ് ബംഗാൾ, ഗവർണർ ഓഫ് മദ്രാസ്, ഗവർണർ ഓഫ് ബോംബെ എന്നുള്ളതൊക്കെ മാറിയിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഗവർണർ ഓഫ് ബംഗാളിന് എന്ത് ചെയ്തു, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞു. എന്താണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് വിളിച്ചു. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാരൻ ആസ്റ്റിങ്സ് ആയിരുന്നു. വാരൻ ആസ്റ്റിങ്സ് ആണ് ഫസ്റ്റത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഈ ഗവർണർ ഓഫ് ജനറൽ ഓഫ് ബംഗാളിന് എന്തുണ്ടായിരുന്നു, ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ലെജിസ്ലേഷൻ കൊണ്ടുവന്നാൽ അത് എക്സിക്യൂട്ടീവ് ചെയ്യാൻ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്ന ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വാസ് 4 മെമ്പേഴ്സ് ആയിരുന്നു. 4 മെമ്പേഴ്സ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. ആരെ അണ്ടറിൽ, വാരൻ ആസ്റ്റിങ്സിൻ്റെ അണ്ടറിൽ. ഇല്ലെങ്കിൽ അന്നത്തെ ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് എന്താണ് ഒരു 4 മെമ്പർ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ആക്ട് പ്രകാരം സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഒരു അടിത്തറ ബാക്കി ഈ ആക്ട് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഗവർണർ ഓഫ് മദ്രാസ്, ഗവർണർ ഓഫ് ബോംബെ ഇവരെല്ലാം സബോർഡിനേറ്റ് ടു ദി ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി എന്നുള്ളതാണ്. ഈ ബോംബെ ആൻഡ് മദ്രാസ് രണ്ടും എന്ത് ചെയ്തു, സബോർഡിനേറ്റ് ആയി മാറി, ഇതിൻ്റെ അണ്ടറിൽ വന്നു എന്നുള്ളതാണ്. ഇത് നെക്സ്റ്റ് 1774 എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി നിലവിൽ വരികയാണ്. 1774 സുപ്രീം കോർട്ട് ഓഫ് കൽക്കട്ട കൽക്കട്ടയിൽ ആദ്യമായിട്ട് സുപ്രീം കോടതി നിലവിൽ വന്നത് 1774 പിന്നെ 1774 ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിലാണ് 1774 കൊൽക്കട്ടയിൽ ആദ്യത്തെ സുപ്രീം കോടതി വരുന്നു. പിന്നെന്താണ് ഈ ആക്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഒഫീഷ്യൽസിനെ പ്രൈവറ്റ് ആയിട്ടുള്ള ബിസിനസ്സിൽ പ്രൈവറ്റ് ട്രേഡിൽ എൻഗേജ് ചെയ്യുന്നതിനെയും അതുപോലെ തന്നെ നേറ്റീവ് റൂളേഴ്സിൻ്റെ അടുത്ത് നിന്ന് വല്ല സമ്മാനങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കറപ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇതെല്ലാം എന്ത് ചെയ്തു, ഈ ആക്ട് പ്രൊഹിബിറ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെന്താണ് ഈ ആക്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് ഓഫ് ഡിറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡിയെ നിയമിക്കുകയാണ്. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോർട്ട് ഓഫ് ഡിറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ റവന്യൂ അതുപോലെ തന്നെ സിവിൽ അതുപോലെ തന്നെ മിലിറ്ററി അഫയേഴ്സ് കമ്പനിയുടെ റവന്യൂ, സിവിൽ, മിലിറ്ററി അഫയേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോർട്ട് ഓഫ് ഡിറക്ടേഴ്സിനെ കൊണ്ടുവന്നത്. ഇത്രയും കാര്യമാണ് നമുക്ക് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 1784 പിറ്റ്സ് ഇന്ത്യ ആക്റ്റാണ്. അതിൻ്റെ മുമ്പ് റെഗുലേറ്റിംഗ് ആക്ടിൽ തന്നെ പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങളുണ്ട്. കൽക്കട്ടയിൽ
സ്ഥാപിതമായിട്ടുള്ള ആദ്യത്തെ സുപ്രീം കോടതി കൽക്കട്ടയിൽ വന്നു എന്ന് പറഞ്ഞല്ലോ 1774. അതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് എലിജ ഇംപെ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു. എലിജ ഇംപെ, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? എലിജ ഇംപെ എന്നായിരുന്നു. അന്നത്തെ ആ സുപ്രീം കോടതിയിലെ ടോട്ടൽ ജഡ്ജസിൻ്റെ സ്ട്രെങ്ത് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ആയിരുന്നു. ഒരു ചീഫ് ജസ്റ്റിസും 3 അതർ ജഡ്ജസും ആയിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 തന്നെ വരാം. പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ചില ഡിഫക്ട്സുകൾ, പോരായ്മകൾ തിരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴികളാണല്ലേ. അപ്പോൾ എന്തെല്ലാം ഒരു കുണ്ടും കുഴികളും, അപ്പോൾ എന്താണ് റെഗുലേറ്റിംഗ് ആക്റ്റിൽ എന്തെല്ലാം കുണ്ടും കുഴികളും ഉണ്ടായിരുന്നു അതെല്ലാം നികത്താൻ കൊണ്ടുവന്ന ആക്ട് ആയിരുന്നു എന്നുള്ളത് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക. എന്തിൻ്റെയോ കുണ്ടും കുഴിയും നികത്താൻ കൊണ്ടുവന്നതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന റെഗുലേറ്റിംഗ് ആക്ട് ഇങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷനെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് ചിലപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് എത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടോ ലിങ്കിങ് വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തന്നതാണ്. അങ്ങനെ ഇങ്ങനെ ലിങ്ക് ചെയ്ത് വെച്ച് ഞാൻ അങ്ങനെ ഇത് ലിങ്ക് ചെയ്ത് വെച്ച് ഓർത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ഈ ഒരു ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ട് എന്ത് ചെയ്തു? റെക്കഗ്നൈസ് ചെയ്തു. എന്താ റെക്കഗ്നൈസ് ചോദിച്ചാൽ കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എന്താണ്? കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫ് ദി കമ്പനി. റെഗുലേറ്റിംഗ് ആക്ട് എന്താ റെക്കഗ്നൈസ് ചെയ്തിരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ അഫയേഴ്സ് ആയിരുന്നു. റെഗുലേറ്റിംഗ് ആക്ടിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആയിരുന്നു മെയിൻ ബോഡി അവിടെ വന്നിരുന്നത് അല്ലേ. മെയിൻ ബോഡി ആരായിരുന്നു? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആയിരുന്നു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ചുമതല. എന്നാൽ പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നതോടുകൂടെ അവരുടെ ജൂറിസ്ഡിക്ഷൻ എന്ത് ചെയ്തു? കുറച്ചിട്ട് അവരോട് എന്ത് ചെയ്തു? നിങ്ങൾ എന്താണ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, കൊമേഴ്ഷ്യൽ അഫയേഴ്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ഒരു ആക്ടിലൂടെ. അപ്പോൾ എന്താണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് ഇപ്പോൾ എന്താണ് കൊമേഴ്ഷ്യൽ അഫയേഴ്സ് മാത്രം ഡീൽ ചെയ്താൽ മതി എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇവർ എന്താണ് ഈ ആക്ട് ഒരു പുതിയൊരു ബോഡി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദെൻ ബോർഡ് ഓഫ് കൺട്രോൾ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് കൺട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബോർഡ് ഓഫ് കൺട്രോളിനാണ് ഇപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് നോക്കാനുള്ള ചുമതല ബോർഡ് ഓഫ് കൺട്രോളിനാണ്. ബോർഡ് ഓഫ് കൺട്രോളിനാണ് എന്താണ് മിലിറ്ററി അഫയേഴ്സ്, സിവിൽ അഫയേഴ്സ്, റവന്യൂ അഫയേഴ്സ് ഇതെല്ലാം റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്നെല്ലാം ഇപ്പോൾ എന്താണ് ഈ പുതിയ ബോഡി ആയിട്ടുള്ള ബോർഡ് ഓഫ് കൺട്രോളിന് പോയി എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ആക്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ദ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ദ സിസ്റ്റം ഓഫ് എ ഡബിൾ ഗവൺമെൻറ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലൊരു ഡബിൾ ഗവൺമെൻറ് എന്ന സിസ്റ്റം കൊണ്ടുവന്നത് ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിറ്റ്സ് ഇന്ത്യ ആക്ടാണ്. ഇത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ഡബിൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെയാണ് എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സിഗ്നിഫിക്കൻ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ടെറിട്ടറീസ് ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന് വിളിച്ചു എന്നുള്ളതാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥലങ്ങളെ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന് വിളിച്ചു എന്നുള്ളതാണ് ഈ ആക്ടിലൂടെ. പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു സുപ്രീം കൺട്രോൾ എന്താണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്തു സുപ്രീം കൺട്രോൾ ചുമത്തി എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഇതിനെന്താണ് കൺട്രോൾ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ആക്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും കാര്യമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കാനുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമുക്ക് കമ്പനി റൂളിൽ തന്നെ 3 ചാർട്ടർ ആക്റ്റും കൂടെ പഠിക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ കമ്പനി റൂൾ അവസാനിക്കും. പിന്നെ 1858 അവിടെ നിന്ന് എന്താണ് ക്രൗൺ റൂള് തുടങ്ങുകയാണ്. അപ്പോൾ 3 ചാർട്ടർ ആക്റ്റുകളാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് 1813, 1833, 1853. കൊല്ലങ്ങൾ ഓർത്തു വെക്കാൻ ഈസിയാണ്. ഓരോ 20 വർഷത്തിലുമാണ്. കാരണം ഓരോ 20 വർഷത്തിന് ഗ്യാപ്പ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഓരോ 20 വർഷത്തിലും കമ്പനിക്ക് അവരുടെ ഒരു ട്രേഡിംഗ് റേറ്റ് ഉണ്ടല്ലോ അത് പുതുക്കേണ്ടി വന്നിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഓരോ 20 വർഷത്തിലും അവർ പുതുക്കുന്നതോട് കൂടെ തന്നെ ഓരോ പുതിയ കാര്യങ്ങളും അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ്. അങ്ങനെ 1813 ചാർട്ടർ ആക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ട്രേഡിംഗ് മോണോപ്പൊളി അവസാനിപ്പിച്ച ഒരു ആക്ട് എന്ന് തന്നെ പറയാം. പക്ഷേ എന്താണ് 2 ഉൽപ്പന്നങ്ങൾ ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും കൊമേഴ്ഷ്യൽ മോണോപ്പൊളിക്ക് എന്താണ് ഒരു അവസാനം വരികയാണ് ഈ ഒരു 1813 ആക്ട് പ്രകാരം. എന്താണ് ടി ആൻഡ് OPM ഈ രണ്ട് കാര്യങ്ങളും എന്താണ് ട്രേഡ് ചെയ്യാനുള്ള കൊമേഴ്ഷ്യൽ മോണോപ്പൊളി നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാത്തിൻ്റെയും അവസാനിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മറ്റുള്ള വേറെ കമ്പനികൾക്കും വേണമെങ്കിൽ ബ്രിട്ടീഷിൽ നിന്നുള്ള അഥവാ ഇംഗ്ലണ്ടിൽ നിന്നുള്ള വേറെ കമ്പനികൾക്കും എന്താണ് ഈ ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഒപിയും എന്താണ് ടീയും എന്താണ് ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത് തന്നെ നിർത്തിക്കൊണ്ട് മറ്റുള്ളതിൻ്റെ എന്താണ് കൊമേഴ്ഷ്യൽ മോണോപോളി എന്താണ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഈ ഒരു ആക്ടിലൂടെ. പിന്നെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മിഷണറീസിനെ എന്താണ് ഇന്ത്യയിൽ വന്നിട്ട് ഇംഗ്ലീഷ് പ്രൊപ്പഗേറ്റ് ചെയ്യാനും അവരുടെ റിലീജിയൻ പ്രീച്ച് ചെയ്യാനുള്ള ഒരു അധികാരം കൊടുത്തു എന്നുള്ളതാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിലൂടെ ഒരു സർട്ടൻ ഫിനാൻഷ്യൽ ഗ്രാൻഡ് കൊടുക്കുകയാണ്. എന്തിനാണ്? ഫോർ ദ റിവൈവൽ ഓഫ് എ ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് ദ പ്രൊമോഷൻ ഓഫ് എ സയൻസ് ആൻഡ് ടെക്നോളജി. ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രാൻഡ് കൊടുത്തു എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 1813 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഓർത്തു വെക്കാനുള്ള കാര്യങ്ങൾ അഥവാ ഫീച്ചേഴ്സ് ആ ഒരു ആക്ടിൻ്റെ. നെക്സ്റ്റ് അതിലേറെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 1833 ചാർട്ടർ ആക്ട്. ഈ 1833 ചാർട്ടർ ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം റെഗുലേറ്റിംഗ് ആക്ടിൽ എന്ത് ചെയ്തു? ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളാക്കി മാറ്റി. ഈ ഒരു ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള ഇതിലോട്ട് മാറ്റുകയാണ്. അങ്ങനെ എന്താണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം ബെൻറ്റിക് ആയിരുന്നു ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലായി പിന്നീട് എന്താണ് ഇന്ത്യൻ സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ്. നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ആക്ട് അഥവാ പിറ്റ്സ് ഇന്ത്യ ആക്ട് നമ്മൾ പറഞ്ഞു ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ അടുത്താണ് സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ്. റെഗുലേറ്റിംഗ് ആക്ടിൽ പറഞ്ഞു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്താണ്. ഈ ആക്ടിലൂടെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ചാർട്ടർ ആക്ട് ഓഫ് 1833 സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ് ആരായത്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അങ്ങനെ എന്താണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് ടൈം എന്താണ് ആ ഒരു എൻറ്റയർ ബ്രിട്ടീഷ് ടെറിട്ടറി എന്തിൻ്റെ അണ്ടറിൽ വന്നു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു ആക്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വന്നതോടുകൂടെ അത്രയും കാലം എന്തായത് ബംഗാൾ അങ്ങനെ കുറച്ച് ഏരിയകൾ മാത്രമായിരുന്നു. ഇപ്പോൾ എന്താണ് ബ്രിട്ടീഷിന് എവിടെയൊക്കെ ഹോൾഡ് ഉണ്ടോ അത് മൊത്തം ആരുടെ അണ്ടറിൽ വന്നു? ഈ ഒരു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വന്നു എന്നുള്ളതാണ്. പിന്നെ ഓർത്ത് വെക്കേണ്ടത് ഇതെന്തായിരുന്നു ഈ ഒരു ആക്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എന്തായിരുന്നു ഈ ഒരു ആക്ട് വരുന്നത് വരെ സർട്ടൻ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആർക്കുണ്ടായിരുന്നു? ബോംബെക്കായാലുണ്ടായിരുന്നു, അതുപോലെ തന്നെ മദ്രാസിനാണെങ്കിൽ എന്താണ് സർട്ടൻ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആക്ട് വന്നതോടുകൂടെ ദ എൻറ്റയർ ലെജിസ്ലേറ്റീവ് പവർ എന്തായിരുന്നു ആരടുത്തായി മാറി എന്നുള്ളതാണ്. ഈ ഒരു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അടുത്തായി മാറി. ആൻഡ് ദിസ് ആക്ട് ഡിപ്രൈവ്ഡ് ദ ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ദെൻ ഗവൺമെൻറ് ഓഫ് ബോംബെ അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് മദ്രാസ് ഇവരുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സിനെയൊക്കെ എന്ത് ചെയ്തു? ഡിപ്രൈവ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ആക്ടിലൂടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താന്ന് പറഞ്ഞു നമ്മളിവിടെ പറഞ്ഞു എന്താണ് ഈ ഒരു കൊമേഴ്ഷ്യൽ മോണോപോളി ഇവിടെ അവസാനിപ്പിച്ചു. ടീക്കും ഒപ്പിയനും ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ട് ബാക്കിയുള്ളതിനെല്ലാം എന്താണ് കൊമേഴ്ഷ്യൽ മോണോപോളി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേത് അവസാനിച്ചു എന്ന് 1813 ചെയ്തു എന്നുള്ളത്. എന്താണ് ഈ ഒരു ആക്ടിലൂടെ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്യുവർലി എ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്താണ് ഭരണകർത്തവ്യത്തിനുള്ള ഒരു ബോഡിയാണെന്ന് എന്ത് ചെയ്തു? ഈ ഒരു ആക്ട് എന്താണ് ഡിക്ലെയർ ചെയ്യുകയാണ് എന്നുള്ളത് ചെയ്തത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സിവിൽ സർവീസിനെ ഇന്ത്യക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ആക്ട് എന്തായാലും മുൻകൈ എടുത്തിരുന്നു. പക്ഷേ എന്താണ് നമ്മൾ പറഞ്ഞ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ ഇവരുടെ അടുത്തു നിന്നുള്ള ഓപ്പോസിഷൻ കാരണം എന്താണ് ഈ ആക്ടിൽ എന്താണ് ഒരു ഓപ്പൺ കോമ്പറ്റീഷന് സിവിൽ സർവീസിന് കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താണ് വി ആർ മൂവിങ് ടു ചാർട്ടർ ആക്ട് ഓഫ് 1853 മറ്റൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എന്താണ് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം കൂടെയാണ് 1853. ഞാനത് പറയാൻ കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ലിങ്ക് ചെയ്ത് ഓർത്ത് വെക്കാനാണ്. അപ്പോൾ എനിക്ക് 1853 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് എന്താണ് 20 മൈനസ് ചെയ്ത് എന്താണ് ഡിഡക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് 813 കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു വർഷം കിട്ടിക്കോട്ടെ. ഒരു ചാർട്ടർ ആക്ട് 1853 ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞു വില്യം ബെൻറ്റിക്കാണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. 1833 ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ മാറ്റിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത്. എന്നാൽ 1853 ആക്ടിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണ് നിയമങ്ങൾ കൊണ്ടുവരാൻ ഇല്ലെങ്കിൽ എന്നാൽ ലെജിസ്ലേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ ഒരു ആക്ടിലൂടെ. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മെമ്പേഴ്സ് ആയിരുന്നു. ദ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വാസ് 6 മെമ്പേഴ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6ലെ 4 പേര് എവിടെ നിന്ന് വരണം?
പ്രൊവിൻസസ് എന്ന് വരണം, പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് എന്ന് വരണം, 4 പേര് എന്താണ് പ്രൊവിൻസസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളതായിരുന്നു അടുത്തൊരു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു നിയമം. ഈ ഒരു ആക്റ്റിൽ പറഞ്ഞ അടുത്തൊരു വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ എന്താണ് ഈ ഒരു ആക്റ്റിലൂടെ എന്താണ് ഇന്ത്യയിൽ അങ്ങനെ ആദ്യമായിട്ടൊരു മിനി പാർലമെൻറ്റിന് എന്താണ് രൂപം കൊടുത്തു എന്നുള്ളതാണ്. ഈ ഒരു ആക്ട് എന്താണ് മിനി പാർലമെൻറ്റിന്, ഇന്ത്യയിലൊരു മിനി പാർലമെൻറ്റ് സ്ഥാപിതമാകാൻ കാരണമായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം ദ ലോക്കൽ റെപ്രസെൻറ്റേഷൻ ഇൻ എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആദ്യമായിട്ട് ലോക്കൽ റെപ്രസെൻറ്റേഷൻ കിട്ടുന്നത് ഈ ഒരു ആക്റ്റിലൂടെയാണ്. ഇത് നെക്സ്റ്റ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് 1853 നമ്മൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് എന്ന് തന്നെ എന്ത് പറയാം. കാരണം ഇവിടെ എന്താണ് 1853 എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ് കൊണ്ടുവരാൻ നോക്കി, ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ നോക്കി, ഇന്ത്യക്കാരെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് എന്താണ് ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ നോക്കി. പക്ഷേ ഇവിടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഓപ്പോസിഷൻ കാരണം സംഭവം നടന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ. പക്ഷേ ഇവിടെ എന്താണ് 1853 എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ എന്താണ് സിവിൽ സർവീസാണ്. സിവിൽ സർവീസിന് ഓപ്പൺ കോമ്പറ്റീഷന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ എന്താണ് ഒരു മക്കോലോ കമ്മിറ്റി, അതിനെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ട് എന്താണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഹെഡ് ആരായിരുന്നു, എന്താണ് മക്കോലെ ആയിരുന്നു. അപ്പോൾ എന്താണ് മക്കോലെ കമ്മിറ്റി ഈസ് റിലേറ്റഡ് ടു ഇന്ത്യൻ സിവിൽ സർവീസ് ആണ്. അങ്ങനെ എന്താണ് അതിന് ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്താണ് ആദ്യമായിട്ട് ദ സെപ്പറേഷൻ ഓഫ് എന്താണ് എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും എന്താണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ എന്താണ് എക്സിക്യൂട്ടീവിനെയും ലെജിസ്ലേറ്റീവിനെയും എന്ത് ചെയ്തു സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പാർലമെൻ്ററി സിസ്റ്റത്തിന് കാരണമായിട്ടുള്ള ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1853 സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഈ ഒരു ആക്റ്റിൽ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പാർലമെൻ്ററി സിസ്റ്റം എന്താണ് കൊണ്ടുവന്നത് ഈ ഒരു ആക്റ്റിലൂടെയാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഇത്രയുമാണ് എന്താണ് ചാർട്ടർ ആക്ട്സുകളെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു. എന്താണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ അവിടെ 1773 മുതൽ 1858 വരെ എന്താണ് കമ്പനി റൂളാണ് നമ്മൾ പറഞ്ഞു. കമ്പനി റൂളാണെന്ന് പറഞ്ഞു. ഈ കമ്പനി റൂളിനെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. ഇത് നമുക്ക് എന്താണ് ക്രൗൺ റൂൾ എന്നാണെന്ന് പറയാനുള്ളത് കേട്ടോ. ക്രൗൺ റൂളാണ്. ഇവിടുന്ന് എന്താണ് ഇനി മുതൽ എന്താണ് ക്രൗൺ എന്താണ് ഡയറക്റ്റായിട്ട് ഭരിക്കുകയാണ്. ദെൻ ഇന്ത്യയിലെ എല്ലാ അഫയേഴ്സും എന്താണ് മുകളിൽ നിന്ന് എന്താണ് ക്രൗണ് ഡയറക്റ്റായിട്ട് ഭരിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ക്രൗൺ റൂളാണ്. ഇത് തുടങ്ങുന്നത് 1858 മുതൽ 1948 വരെ എന്താണ് ക്രൗൺ റൂൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ കൂടെ നമ്മൾ എന്താണ് കമ്പനി റൂൾ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ ക്രൗൺ റൂൾ എന്താണ് അടുത്ത പാർട്ടിലിടുന്നതായിരിക്കും.